കണ്ണൂർ ഭാഗങ്ങളിൽ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന അൽസേൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നോമ്പ് തുറ സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മുഴുവനായിട്ടുള്ള ഗോതമ്പും അതുപോലെ തന്നെ ചിക്കനും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ ഇത് കഴിക്കുന്നത്. മധുരിടാണ്ടും അതുപോലെ തന്നെ മധുരം ചേർത്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഗോതമ്പ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് തലേന്ന് രാത്രി ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു അര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പണ്ട് കാലത്തൊക്കെ സാധാരണ പാത്രത്തിൽ ഒരുപാട് സമയം വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നെല്ലാവരും കുക്കറൊക്കെയാണ് പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്ക അതുപോലെ 1-2 ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗോതമ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ എല്ലോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുറച്ചധികം ഫ്ലഷുള്ള എല്ലുള്ള ചിക്കൻ പീസുകൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ഏകദേശം ഞാനൊരു 1/4 കിലോ തന്നെ ചിക്കൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഗോതമ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് സിമ്മിലും വേവിച്ചതാണ്. ഇനി ഇത് അതിൻ്റെ ആ ഒരു വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ആദ്യം നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ ചേർത്ത സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെ നമുക്കിനി ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും നമുക്കങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ അതൊന്നും ഇനി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ ഈ ചിക്കൻ്റെ പീസ് എല്ലുണ്ടെങ്കിൽ എല്ലങ്ങ് എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതി. കാരണം ഇത് ഒരുപാട് സമയം വേവിച്ചുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആയി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഉടഞ്ഞു കിട്ടും. എല്ലോടുകൂടി നമ്മൾ ഗോതമ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞാൽ അതിന് കുടിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അതുകൂടി ഇട്ടിട്ടങ്ങ് വേവിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ എല്ല് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ അങ്ങ് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് ഒരു പകുതി 1/4 ഭാഗത്തോളം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം അവിടെ തന്നെ വെക്കും വേണം കേട്ടോ. കുറച്ച് നമുക്ക് കുടിക്കുമ്പോൾ ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും അതുപോലെ ഗോതമ്പൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇത്രയും ഭാഗം ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങ് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്നത് വീണ്ടും ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരക്കാത്ത കുറച്ച് ഭാഗം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു കയ്യിൽ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു അരക്കാത്ത ഗോതമ്പും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക. എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് കിട്ടുന്നവരെ നമ്മളിതിങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങേൻ്റെ നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം നോക്കിയിട്ട് നമ്മൾ ചേർക്കാൻ. 2ാം പാൽ എടുക്കുന്നില്ല, 1ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനും അതുപോലെ ഗോതമ്പും തേങ്ങാപ്പാലും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തേങ്ങേൻ്റെ 1ാം പാൽ തന്നെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇങ്ങനെ തിളപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു അൽസ എന്ന് പറയുന്നത് തന്നെ നല്ല കട്ടിയിലാണ് കേട്ടോ ഇരിക്കുക. ഇനിയിപ്പോൾ ചൂടാക്കുമ്പോൾ വീണ്ടും ഇത് നല്ലപോലെ കട്ടിയാകും. അപ്പോൾ ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശു നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ കല്യാണ വീടുകളിൽ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞവർക്ക് അറിയാം, അത് ആദ്യം നമുക്ക് ഇത് കിട്ടും. അൽസ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന രീതി തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കല്യാണ വീടുകളിൽ ഇത് കഴിക്കാനായിട്ട് തന്നെ ആൾക്കാർ പോകാറുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ലപോലെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടാക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ, തിളച്ച് പോകരുത്. അപ്പോൾ കൈവിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വീണ്ടും കട്ടിയാകും. അപ്പോൾ അധികം കട്ടിയാകുന്നതിന് മുന്നേ തന്നെ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടാനും കൂടിയുണ്ട്. അത് പശു നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വാട്ടിയതും കൂടിയാണ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഉള്ളി വാട്ടിയൊന്നും കരിഞ്ഞു പോകരുത്, അപ്പോൾ ആ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ വലിയ ആ ഒരു കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു പശു നെയ്യ് നമ്മൾ ഉള്ളി വാട്ടിയ നെയ്യ് ഉണ്ടല്ലോ, അതാണ് ആദ്യം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർന്നത് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ വലിയൊരു പാത്രത്തിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് നെയ്യും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വാട്ടിയതും ഒക്കെ മേലെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യുക. എന്നിട്ട് പഞ്ചസാര കൂട്ടിയിട്ടാണ് ചില ആൾക്കാർ കഴിക്കുക. പഞ്ചസാര കൂട്ടിയിട്ടാണ് ശരിക്കും അത് കഴിക്കുക കേട്ടോ. പക്ഷേ എനിക്ക് പഞ്ചസാര അധികം കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല, ഞാനിത് വെറുതെ അങ്ങ് കഴിക്കാറാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത് പഞ്ചസാര കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കലാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അതുപോലെ കഴിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു പെരുന്നാളിനെങ്കിലും ഒന്ന് ഉണ്ടാക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ.